ഹായ് മാളിപ്പോക്കും വണ്ടിയിലെ തണുപ്പും എല്ലാം കൂടി എനിക്ക് നല്ലൊരു പണി കിട്ടിയായിരുന്നു. ഞാൻ അവിടെ വെച്ചേ പറഞ്ഞായിരുന്നു എനിക്ക് പനിക്കാനുള്ള ചാൻസ് ആണ്. ഭാഗ്യത്തിന് പനിച്ചില്ല. ഭയങ്കര ജലദോഷവും പിന്നെ എന്നാ ജലദോഷം മാത്രം. ജലദോഷം വന്നാൽ മതിയല്ലോ. അങ്ങനെ ജലദോഷമാണല്ലോ, തല നനയ്ക്കാതെ കുളിക്കുക എന്നൊക്കെ ഓർത്ത് ഞാൻ തല നനയ്ക്കാതെ കുളിച്ചു. എൻ്റെ പൊന്നെ, തലവേദന എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇമ്മാതിരി തലവേദന അന്ന് ഞാൻ മനസ്സിലാക്കി. തല നനയ്ക്കാതെ വിളിച്ചാൽ എനിക്ക് തലവേദന എടുക്കുള്ളൂ. ഈ തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്, മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ തല നനയ്ക്ക് പല 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 പ്രശ്നങ്ങളാണ് എൻ്റെ തലയ്ക്ക്. കൊണ്ട് ഒത്തിരി തണുപ്പും പറ്റില്ല, ഒത്തിരി ചൂടും പറ്റില്ല. ഒരു ഇക്വിലിബ്രിയം, അതായത് സംഭവത്തിൽ പോയാൽ വലിയ കുഴപ്പമില്ല. നല്ല ചുമയുണ്ട്, നല്ല ജലദോഷമുണ്ട്, എങ്കിലും ഞാൻ വർത്താനമൊക്കെ പറയും. തൊണ്ടയ്ക്ക് ഇതുവരെ ഭാഗ്യം കൊണ്ട് ഇതിലൊന്നും പറ്റിയില്ല കേട്ടോ. അല്ലെങ്കിൽ ജലദോഷം ചുമയും വന്ന് ആദ്യം എൻ്റെ സൗണ്ട് സിസ്റ്റം അടിച്ചു പോണതാണ്. ഇത്തവണ എന്തോ പറ്റിയില്ല. അത് ആദ്യമേ അടിച്ച് പോയതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ശകലം മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് വേഗം തിളപ്പിക്കാമെന്ന് ഓർത്ത് പുളിയൊക്കെ കീറിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു. കിളിമീനായിരുന്നേ. ഇഞ്ചിയൊക്കെ കീറിയിടാന്ന് ഓർത്ത് ഇഞ്ചി എടുത്തപ്പോഴത്തേക്കും എല്ലാം ചീഞ്ഞതായിരുന്നു കേട്ടോ. വലിയ പുറമേ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ കീറിയപ്പോഴത്തേക്കും എല്ലാത്തിനും അത് കേട്. പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല കാന്താരിയൊക്കെ കീറിയിട്ട് ഞാൻ വേഗം അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഈ കിളിമീൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തിളപ്പിക്കാനാണ് ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ ഈ സാധനം ഇല്ലാതെ ഒരു ജീവിതമില്ലാതായിട്ടുണ്ട് ഇപ്പം എനിക്ക്. പിന്നെ വറുക്കാനുള്ള മീനും നന്നായിട്ട് കുരുകുരാന്നങ്ങ് വരവിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞമ്മ അങ്ങനെ എൻ്റെ കറിയൊക്കെ തിളച്ചു. ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവനും കയ്യിലേക്ക് കൊടുത്തോണം, അത് നിർബന്ധമാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രീൻ ഓയിൽ, അതായത് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ചട്ടിയിൽ നിന്ന് ചുറ്റിക്കുക. പിന്നെ ചട്ടി അടുപ്പത്തുനിന്ന് കയ്യോടെ മാറ്റി വെച്ചുവിട്ട് ആ അടുപ്പിലേക്ക് തന്നെ ഞാൻ നമ്മുടെ പാനങ്ങ് എടുത്ത് വെച്ച് അത് ഓഫ് ചെയ്തിട്ട് പിന്നെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കത്തൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പപ്പാന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്യാസ് അടുപ്പ്. പിന്നെ എണ്ണ വെച്ച് പടപടാന്നങ്ങ് മീനങ്ങ് അടുക്കി അങ്ങ് വെച്ച് കൊടുത്ത് വറക്കാൻ വേണ്ടി. ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ മറ്റേ ബനിയൻ ഇല്ലായിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പേടിച്ച് ബനിയൻ എടുത്ത് ഇടിപ്പിച്ചതാട്ടോ. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ആണോ അത് കഴിഞ്ഞിട്ട് മുമ്പത്തെ വീഡിയോ ആണോ എന്നറിയത്തില്ല, എനിക്കറിയാൻ മേലാത്തൊരു കാര്യമായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തോണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അതായത് നേക്കഡായിട്ട് തുണിയൊന്നും ഇല്ലാതെ അതിൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തു. അത് നമ്മുടെ യൂട്യൂബിന് പിടിച്ചില്ല. അപ്പം തന്നെ എനിക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി പ്രകാരം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്ന് അങ്ങനെ ഇതായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് ഇവൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് വിട്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയത്. എനിക്കറിയാൻ മേലാത്തതായിരുന്നു അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പേടിച്ചിട്ട് ഇനി എങ്ങാനും ബനിയനില്ലാത്തതിൻ്റെ പേരിൽ വല്ലതും ഇതൊക്കെ ഉണ്ടാവുമോ എന്ന് ഓർത്ത് ഞാൻ വേഗം അവനെ കൊണ്ട് ബനിയനൊക്കെ എടുത്ത് ഇടിപ്പിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പിന്നത്തെയുള്ള വലിയ ചെറിയ വിശേഷങ്ങൾ. അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കണത് നമ്മൾ. പിന്നെ കുറച്ച് നമുക്ക് നല്ല മൂവാണ്ട മാങ്ങ, നല്ല പച്ച മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കയ്യോടെ തന്നെ അച്ചാറിട്ട് വയ്ക്കാമെന്ന് ഓർത്ത് രാത്രി തന്നെ ഇടുന്ന അരിഞ്ഞു. പിന്നെ തോന്നി എനിക്ക് പകലരിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. കാരണം ഇതുങ്ങൾ ഓരോ വശത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പിന്നെ പുളി ഉണ്ടോ എന്ന് നോക്കിയതാ. കുരുകുരാന്നങ്ങ് അരിഞ്ഞു കൂട്ടി കേട്ടോ. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി. അയ്യോ, പിന്നെ പച്ചമുളക് അരിഞ്ഞിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ അടുക്കളയിൽ വന്നിരുന്ന കയ്യോടെ തന്നെ കുരുകുരാന്നങ്ങ് അരിഞ്ഞ് വെച്ചു. പിന്നെ ശകലം ഉപ്പൊക്കെ ഇട്ട് ആ ചെരുവത്തോട് കൂടി അങ്ങ് കുടഞ്ഞങ്ങ് എടുത്തു കേട്ടോ. കൈ ഇട്ടിളക്കാനൊന്നും പോയില്ല. ഇങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഈ ആവശ്യമില്ലാത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. മാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ അച്ചാറിടണം. എന്നാ ടേസ്റ്റ് എന്നറിയാമോ? ഉപ്പും ഇച്ചിരി കായപ്പൊടിയും കൂടി ഉണ്ട്, നല്ല ടേസ്റ്റാണ്. എൻ്റെ വായിൽ വെള്ളം വരുന്നു. ഇച്ചിരി വിനാഗിരി ഉപ്പും ഇട്ടാണ്. അപ്പോൾ ഇങ്ങനെ മാങ്ങ അലുക്കും. അപ്പോൾ നമുക്കിങ്ങനെ അച്ചാറായിട്ട് മുളക് പൊടിയും ടേസ്റ്റാണ് തിന്നണേ. എൻ്റെ വായിൽ വെള്ളം വരുന്നിട്ട് മുളക് പൊടിയും ടേസ്റ്റ് ഒന്നും ഇല്ലാതെ തിന്നണേ. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി.
അഭിത്തേട്ടാ അഭിത്തേട്ടാ ആ വരമയൊന്നും എടുത്തേ മീൻ ചില്ലിന്റെ 3 നാളുണ്ട്. ചെറുതെടുത്താ. താങ്ക് യു. No mention, please. എന്താടി പിന്നെ? ഓക്കെ കുതിച്ചിപ്പാറു ഓക്കെ. നമ്മളോടാവാ തലേ ദിവസത്തെ പീരയുടെ ചട്ടിയിലേക്ക് മീൻകറിയും നല്ല മീൻ വറുത്തതും തക്കാളി തോരനും ഞാൻ മാങ്ങാച്ചാറ് എടുത്തു കേട്ടോ. കൊതി സഹിക്കാൻ പാടില്ല അതുകൊണ്ട് എടുത്തു. അപ്പം അതൊക്കെ കൂട്ടിയൊന്ന തലേ ദിവസത്തെ ചട്ടിക്കകത്തേക്ക് ചോറിട്ട് തിന്ന എൻ്റെ അമ്മോ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ്. ഈശ്വര ഭഗവാനെ വണ്ണം വെക്കല്ലേ. ഞാൻ ഈ ചട്ടി കഴിക്കണ കണ്ടോണ്ടേ അവൻ വേഗം വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നു കണ്ടിട്ടോ. വേറെ ഒന്നും കണ്ടോണ്ടല്ല, മാങ്ങ കണ്ടോണ്ടാണ്. ഇവരൊക്കെ നേരത്തെ ഭക്ഷണം ഞാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ കണ്ടോണ്ട് പ്രത്യേകിച്ച് ആ മാങ്ങ കണ്ടോണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ. അങ്ങനെ രാത്രി യോദ്ധ സിനിമയും കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത് തീരണോടെ വരെ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. സാധാരണ ഒരു സിനിമ ഇങ്ങനെ കാണുന്നവരല്ല, എന്നാൽ ആ സിനിമ നല്ല രസമാണല്ലോ, ചിരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും കുറച്ച് നേരമൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ചോറൊക്കെ ഉണ്ടു. പിന്നെ കൈയോടെ തന്നെ എല്ലാം ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞ് അപ്പത്തിനുള്ള മാവ് അങ്ങ് കുഴച്ച് വെച്ചു കേട്ടോ. പിന്നെ ഒരു കേക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് വേഗം ഞാൻ എടുത്ത് തിന്നു. ഇവരൊക്കെ തിന്നതാണേ. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചുകൊണ്ട് വരില്ലേ, അതുകൊണ്ട് ഞാനത് കാണാതെ എടുത്ത് തിന്നു. പിള്ളേരെ പോലെ ക്രീം ഞാൻ ആദ്യമേ തിന്ന് തീർത്തായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കേക്കാണ്, അത് ഞാൻ വായിലേക്ക് അങ്ങ് തള്ളിക്കൊടുത്തു. അങ്ങനെ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്ന് നമ്മുടെ അരച്ച് വെച്ച മാവ് നന്നായിട്ട് കൈയും കൊണ്ട് അങ്ങ് കുഴച്ച് വെച്ചേ. കൈ കൊണ്ട് കുഴച്ച് വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ഇതാണ്, പെട്ടെന്ന് പൊളിച്ച് പൊങ്ങാനും ഒക്കെ ആയിട്ട് സഹായിക്കും. പിന്നെ അവിടെ നിന്നങ്ങ് കൈയും കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ കട്ടയായിട്ട് കിടപ്പുണ്ടായിരുന്നേ പൊടിയായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈയും കൊണ്ട് നന്നായിട്ട് കറക്കിയും കയ്യിലെടുത്ത് പീച്ചിയും പറക്കിയൊക്കെ ഇങ്ങനെ ഉടച്ചം കൊടുത്തു കേട്ടോ. പിന്നെ ഒന്നുമില്ല, എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് മൂടി വെച്ചു. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.